മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻതോതിൽ രാസലഹരി പിടിച്ചു. 153 ഗ്രാം MDMA-യുമായി പിടിയിലായവരിൽ ക്രിമിനൽ കേസ് പ്രതിയുമുണ്ട്. പ്രതികൾ ഉപയോഗിച്ച 2 കാറുകളും 1.5 ലക്ഷം രൂപയും ഇലക്ട്രോണിക് ത്രാസും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വൻതോതിൽ രാസലഹരി പ്രതികൾക്ക് എവിടെ നിന്ന് ലഭിച്ചു, എങ്ങനെയെല്ലാം വിൽപ്പന നടത്തുന്നു എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. കൊണ്ടോട്ടി പുളിക്കൽ അരൂരിൽ നിന്നാണ് 153 ഗ്രാം MDMA-യുമായി ക്രിമിനൽ സംഘത്തെ പോലീസ് പിടികൂടുന്നത്. രാസലഹരി വൻതോതിൽ ശേഖരിച്ച പ്രതികൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ദിവസങ്ങളോളമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലാകുന്നത്. 2 കാറുകളിലായി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് കൊണ്ടോട്ടി പോലീസ് പിടികൂടിയത്. അരൂർ സ്വദേശി ഷഫീഖ്, കൊട്ടപ്പുറം സ്വദേശി കുട്ടാപ്പി എന്ന ഷാക്കിർ, ഇല്ലത്തുപടി സ്വദേശി റഷാദ് മുഹമ്മദ് എന്നിവരെയാണ് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരി വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകുന്ന പിടിയിലായ ഷഫീഖ് കാപ്പ ചുമത്തി ജയിലിലടച്ച് പുറത്തിറങ്ങി 1 മാസത്തിനിടെയാണ് വീണ്ടും പിടിയിലാകുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ കാറിടിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ചത്, വയനാട്ടിൽ 3.5 കോടി രൂപ തട്ടിയത്, ലഹരി കളവ് കേസുകളിലും നിലവിൽ പ്രതിയാണ് ഷഫീഖ്. വൈകിട്ട് ഒരു 6:30 കണ്ണമ്പെട്ടിക്കാവ് വള്ളിക്കാട് എന്ന സ്ഥലത്ത് ഒരാളൊഴിഞ്ഞ മണ്ണെടുത്ത ഒരു പ്രദേശമായിരുന്നു. അവിടെ നേരത്തെ പ്രതികളായ NDPS കേസിലെ പ്രതികളായ കുറച്ചു പേർ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ രഹസ്യമായി ഒരു നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കാറിലായി വന്ന 7 അംഗ സംഘത്തെയാണ് നമ്മൾ പിടിയിലാക്കാൻ ശ്രമിച്ചത്. പ്രതികൾ ഉപയോഗിച്ച 2 കാറുകളും രാസലഹരി വിൽപ്പനയ്ക്കായുള്ള ഉൽപ്പന്നങ്ങളും പോലീസ് പിടിച്ചെടുത്തു. എവിടെ നിന്നാണ് MDMA-യുടെ ഉറവിടം, വിൽപ്പന എവിടെയെല്ലാം നടത്തുന്നു എന്നതെല്ലാം പോലീസ് അന്വേഷിച്ച് വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.